ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ തന്നെ യു കെയിലേക്ക് സ്റ്റഡീസിന് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ് എങ്ങനെ നമുക്ക് പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ പാസ്സാവുന്നത്. അപ്പം വളരെ ടഫ് നിറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം പാസ്സാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കുറച്ച് പിന്നെ എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ നമുക്ക് ഒരു 20 to 30 മിനിറ്റ്സ് വരെയുള്ള ഇൻ്റർവ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10-20 അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നമുക്കൊരു പ്രിപ്പറേഷൻ ചെയ്യാനുള്ള നോട്ട്സ് തരും, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ എങ്ങനെയൊക്കെ അത് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും എന്നതിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളെ നമ്മളിപ്പം ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന രീതികൾ, അതായത് എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ഈ ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം നമ്മൾ ആ സംസാരിക്കുന്നില്ല, നമ്മളെ കണ്ണ് ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നമ്മൾ എന്താ പറയുക പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. ചിലപ്പോൾ അത് ഫെയിൽഡ് ആവുകയും ചെയ്യാം. അപ്പം ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് നമുക്കൊരു 2 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 3 അറ്റംപ്റ്റ് ഒക്കെ തരും. ചില യൂണിവേഴ്സിറ്റി ഒരു അറ്റംപ്റ്റ് എല്ലാം അവർ ഫെയിൽഡ് ആക്കും. കോഴ്സ് ഡിഫർ ചെയ്തോ അല്ലെങ്കിൽ ഇൻടേക്ക് ഡിഫർ ചെയ്തോ ഒക്കെ പറഞ്ഞിട്ട് അവർ നമുക്കൊരു മെയിൽ അയക്കും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ക്യാമറയിൽ നോക്കിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് ആ ഇൻ്റർവ്യൂ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒന്നും അതൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം നമ്മളത് നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റിയിട്ട് നമുക്ക് എത്ര മാർക്ക് ഉണ്ടെന്നും, പിന്നെ അതുപോലെ ആദ്യം ഫസ്റ്റ് പറയേണ്ടത് പേരും കാര്യങ്ങളും, പിന്നീട് പറയേണ്ടത് നമ്മൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് കോഴ്സുകൾ ഏതൊക്കെയാണ്, 10th പറയാം, 12th പറയാം, പിന്നെ അത് ഡിഗ്രി ഇവിടുന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് പറയാം, അത്ര മാർക്ക് ഉണ്ടായിരുന്നൊക്കെ പറയാം. പിന്നീട് നമ്മളുടെ എന്താ പറയുക ഹോബീസ് വേണമെങ്കിൽ പറയാം, അതിൽ നിങ്ങൾ ഇഷ്ടം പറയണ വേണമെന്ന്. പിന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൂടി പറയാം. പിന്നെ നമുക്ക് അത്രയും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ അവിടെ കഴിയും. പിന്നീട് അവർ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾ യു കെ ചൂസ് ചെയ്തു. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് യു കെ ചൂസ് ചെയ്തെന്ന് വെച്ച് പറയേണ്ട കാര്യങ്ങൾ വെച്ചാൽ യു കെയിൽ ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ യു കെയിൽ എനിക്ക് വെതർ ഇഷ്ടമാണ്, പിന്നെ അതുപോലെ തന്നെ യു കെയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയി വരുന്ന സമയത്ത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായി മെസ്സേജ് അയക്കാം, ഇൻസ്റ്റാഗ്രാമിൽ കയറി എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ മാക്സിമം യു കെയിൽ വേൾഡ് റാങ്ക് ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മൾ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ യു കെനെ അത്യാവശ്യം കയറ്റി പറയാം, അതായത് യു കെ അത്യാവശ്യം നല്ലതാണെന്ന രീതിയിൽ പറയാം. പിന്നെ അടുത്ത നമുക്ക് വരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ചൂസ് ചെയ്തില്ല. വൈ നോട്ട് ഇന്ത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അപ്പം ഇന്ത്യൻ സർട്ടിഫിക്കറ്റിന് യു കെ സർട്ടിഫിക്കറ്റിന് ഇന്ത്യയിൽ ഭയങ്കര വാല്യൂ ആണ്. ഞാനിവിടെ സക്സസ്ഫുൾ ആയി എൻ്റെ നമ്മുടെ കോഴ്സ് സക്സസ്ഫുൾ ആയി കംപ്ലീഷൻ ചെയ്താൽ എനിക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്നൊരു ഒരു MNC കമ്പനിയിലേക്ക് റിലയൻസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫോസിസ്, അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ നമുക്ക് വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ്. അപ്പോൾ സാലറി പാക്കേജ് എത്ര ചോദിക്കുമ്പോൾ ഒരു 2 lakhs വരെ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കൺട്രീസ് ചൂസ് ചെയ്തില്ല എന്ന് വെക്കും. അപ്പോൾ 2 കൺട്രികൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ, നിങ്ങൾ അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്ത മറ്റുള്ള കൺട്രീസ് ഏതെങ്കിലും ചൂസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം പിന്നെ ഒന്ന് കാനഡ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക ഓസ്ട്രേലിയ ചൂസ് ചെയ്യേണ്ടത് പറയാം. അപ്പം നിങ്ങൾ എന്താക്കുക, അവിടെ ഓസ്ട്രേലിയയിൽ ഉള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ കാനഡയിലുള്ള കാര്യങ്ങൾ. കാനഡയിൽ അത്യാവശ്യം വെതർ നല്ല ഹാർഷാണ്, ക്ലൈമറ്റ് എപ്പോഴും തണുപ്പാണ്, സ്നോയിങ് ആണ്. അതിപ്പം അപ്പം അതിനിടയിൽ തന്നെ നിങ്ങൾക്ക് യു കെയിലെ ക്ലൈമറ്റ് കൂടി കമ്പയർ ചെയ്യാൻ പറ്റും. യു കെയിൽ അത്യാവശ്യം മോഡറേറ്റ് ക്ലൈമറ്റ് ആണെന്ന രീതിയിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരുടെ യൂണിവേഴ്സിറ്റീസ് എന്തുകൊണ്ട് ഈ 2 കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര കോസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഓസ്ട്രേലിയയിൽ അത്യാവശ്യം നല്ല ഫീസും ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല ടാസ്ക് ആണ്, അല്ലെങ്കിൽ റിസ്ക് ആണെന്ന രീതിയിൽ നമ്മൾ അവർ കൺവിൻസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കാനഡയിലുള്ള ഫീസ് സ്ട്രക്ചർ, അത് അവരുടെ എത്രയാണ് കാനഡിയൻ ഡോളറിന് പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുക, എത്ര ഫീസ് വരുന്നുണ്ട്, പിന്നെ സ്കോളർഷിപ്പ് ഒന്നുമില്ല. അപ്പം ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത് മനസ്സിലാവും. ഇപ്പം ബഡ്ജറ്റാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് മനസ്സിലാക്കും. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഉദാഹരണം വെച്ചാൽ വൈ ഡു യു ചൂസ് നോർത്താംബ്രിയ യൂണിവേഴ്സിറ്റി എന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ അത് ആ ഒരു ഇപ്പം നോർത്താംബ്രിയൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ലൈക്ക് സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്, ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ ലാബ്സ് ഉണ്ട്, ഡിജിറ്റൽ ലബോറട്ടറീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഫെയ്ത്ത് റൂം ഉണ്ട്, സ്റ്റഡി ബ്രേക്ക് ഔട്ടേഴ്സ് ഏരിയാസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും.
പിന്നെ അതിന്റെ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ചൂസ് ചെയ്യുമ്പോൾ റാങ്കിങ്ങിൽ ഇത്ര റാങ്കിങ് ഉണ്ട്, QS വേൾഡ് റാങ്കിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റീസെന്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. പിന്നെ അടുത്ത വിഷയം എന്തുകൊണ്ട് മറ്റുള്ള എന്താ പറയുക യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്തില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നോർത്താംബ്രേനെ കുറിച്ച് കേട്ടിട്ടും, ഇപ്പോൾ ഉദാഹരണമാണ് പറയുന്നത്, നോർത്താംബ്രേനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഏതെടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റി എപ്പോഴും ഹൈ ലെവൽ എത്തിക്കുക. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഇങ്ങനെ റാങ്കിങ് കുറവാണ്, അവിടെ എത്ര ഫെസിലിറ്റീസ് ഇല്ലെന്നൊക്കെ സാറിന് സംസാരിക്കുക. ലൈക്ക് പിന്നെ ഇവിടെ ഇത്ര ഇതിനാൻ കാട്ടി റാങ്കിങ് നോർത്താംബ്രയ്ക്ക് ഉണ്ട് എന്നൊക്കെ രീതിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ സംസാരിക്കാം. ഫ്യൂച്ചർ പറഞ്ഞാൽ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റേഷൻ ചെയ്ത് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി അവിടെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളെ ഫണ്ടിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും അവർ. അപ്പം നിങ്ങളെ ഫണ്ടിങ് എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പാരൻസ് ആണ് നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം അച്ഛനാണ് നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാം. അപ്പം അച്ഛന് മാസം 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ നമുക്ക് വരുമാനമുണ്ട്. അതല്ല പിന്നെ അവരെ പിന്നെ ചോദിക്കും പിന്നെ ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു 5 ലക്ഷത്തിന് കൂട്ടിയിട്ട് ഒരു 12 മാസത്തേക്കുള്ള കണക്ക് കാണിക്കുക. ഒരു 50-55 ലക്ഷം അല്ലെങ്കിൽ ഒരു 60 ലക്ഷം രീതിയിൽ നമുക്ക് അച്ഛന് വാർഷിക വരുമാനം ഉണ്ട് രീതിയിൽ അതിൽ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യാൻ നിൽക്കാം. മാക്സിമം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പിന്നെ അടുത്തൊരു ചോദ്യം എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു പറയാം. അപ്പോൾ നിങ്ങൾ പഠിച്ച പാസ്റ്റിൽ എന്താണോ നിങ്ങൾ പഠിച്ചത് ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ കമ്പാരിസൺ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ പാസ്റ്റിൽ ഇന്ന കോഴ്സായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സ് എൻ്റെ ഫ്യൂച്ചർ കരിയറിലേക്ക് ഒരുപാട് എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഒരുപാട് എനിക്ക് നോളജ് പഠിക്കാൻ പറ്റും ഈ യൂണിവേഴ്സിറ്റി നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നിങ്ങൾ അക്കോമഡേഷൻ എവിടെയാണ്. അപ്പം ചില യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണം മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ നമുക്ക് എന്താ പറയുക സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഉണ്ടാവും. ലൈക്ക് അഷർ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി നെയിം ഉണ്ട് ഹോസ്റ്റലിന്, അക്കോമഡേഷൻ്റെ പേരുണ്ടാവും. അപ്പോൾ ആ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പറയുക. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിങ്ങൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യില്ല എന്ന് മാത്രമേ പറയാവുള്ളൂ, ചെയ്യുമെന്ന് പറയരുത്. കാരണം നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നതാണ്, അല്ലാതെ നമ്മളൊരു വർക്കിന് വരുന്നതിൽ അവർ പറയാൻ പാടില്ല. അവിടെ അത് പറഞ്ഞാൽ എന്തായാലും അവർ ഫെയിൽഡ് ആക്കും. പിന്നെ എന്താ പറയുക മാക്സിമം ഇങ്ങനെ ഞാൻ പഠിക്കാൻ വരുന്നതാണ്, വർക്കിന് വരുന്നതല്ല. ഒഴിവ് സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ലൈക്ക് എന്താ പറയുക ഒരു എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ആ സമയം ഒഴിവ് സമയങ്ങളിൽ ഞാൻ അത് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് മൊഡ്യൂൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എത്രയാണോ മൊഡ്യൂൾസ്, ഇപ്പോൾ ലൈക്ക് ഒരു 8 മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ 8 മൊഡ്യൂൾസും നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. കാരണം ആ മൊഡ്യൂൾസിൽ അവർ എന്തായാലും ചോദിക്കും നമുക്ക് എത്ര മൊഡ്യൂൾസ് ഉണ്ട്, എത്ര ക്രെഡിറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ചില ഇൻ്റർവ്യൂവർ നമ്മളോട് കൂടുതൽ പറയണമെന്ന് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ 3 ഉത്തരം നിങ്ങൾക്ക് പറയാം എന്നൊക്കെ രീതിയിൽ സംസാരിക്കാം. പിന്നെ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് പിന്നെ വേറെന്താ അടുത്ത് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളെ ഫണ്ടിങ് എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മാത്രമേ അടച്ചിട്ടുണ്ടാവും ഒരു 50% എമൗണ്ട്, ബാലൻസ് ഫീസും അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും നിങ്ങൾക്ക് എത്രയാണ് ചോദിക്കും. നമ്മൾ ഒരു 24 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 എന്ന രീതിയിൽ നമുക്ക് പറയാം. മനസ്സിലായോ? ഒരു 25 ലക്ഷം നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ അച്ഛൻ ഇട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ചോദിക്കില്ല, എന്നാലും നമ്മൾ ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഇന്ന ബാങ്കാണ്, ആക്സിസ് ബാങ്കാണ് അല്ലെങ്കിൽ SBI ബാങ്കാണ് അവിടെ അടുത്തുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഫർദറായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കാൻ നിൽക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയാം, ഒരു 3-4 മാസമായി നമ്മൾ അച്ഛൻ ഇട്ട് വെച്ചിട്ടെന്ന് പറയാം. അപ്പം ഒരിക്കലും നമ്മൾ തേർഡ് പാർട്ടി ഫണ്ടിങ് ആണ് എന്ന രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിസ റിജക്ഷനും വരും, പ്രീ ക്യാഷ് അവർ ഫെയിൽഡ് ആക്കും. അപ്പം നമ്മൾ ഇത്ര ഒരു 25 lakhs ഉണ്ട്, അപ്പം ഇതിന് ഇത്ര ലിവിങ് എക്സ്പെൻസ് ഇത്രയും, ബാലൻസ് ഫീസും കൂടി അത്ര ഉണ്ടെന്ന് പറയാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. അപ്പം എന്തായാലും കൂടുതൽ ജനറൽ നോളജ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മെയിനായിട്ട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് കുറച്ച് ലോങ് ആണ്. വൈ ദിസ് UK, വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ്, വൈ ഡിഡ് യു ചൂസ് ദിസ് യൂണിവേഴ്സിറ്റി, പിന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ള കൺട്രി ചൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ചൂസ് ചെയ്തില്ല എന്നൊക്കെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ അത് മാക്സിമം പഠിച്ചിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ വളരെ കോൺഫിഡൻറ്റ്, ഇപ്പം പറയാനുള്ളത് വളരെ കോൺഫിഡൻറ്റ് തന്നെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമ്മൾ എന്താ പറയുക മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചാൽ നമ്മൾ പറയണം. കാരണം മെയിൻ അവർക്ക് ബാക്കി എന്ത് കിട്ടിയില്ലെങ്കിൽ അവർ മൊഡ്യൂൾസ് അവർ കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ പഠിക്കാൻ തന്നെ വരുന്നുള്ള രീതിയിൽ നമ്മൾ കൺവിൻസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ പാസ്സായി വരും.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെയും കാണാം. ബൈ.